റെബി ജോർജ് മാത്യു കൂടി ചേരുകയാണ്. റെബി ജോർജ് മാത്യു, എങ്ങനെയാണ് താങ്കൾ ഈ നിർദ്ദേശത്തെ, സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശത്തെ കാണുന്നത്? അതായത് ഇതൊരു സാധാരണഗതിയിൽ ആ പറഞ്ഞിരിക്കുന്ന കേസിനകത്ത് ഒരു പ്രൈമാസിക്ക് പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ഇത് കഴമ്പുണ്ടെന്നും അല്ലെങ്കിൽ കൂടുതലായി പരിശീലിക്കേണ്ട സാഹചര്യം ഉണ്ടെന്നും തോന്നുമ്പോഴാണ് കോടതി ഇങ്ങനെയുള്ള ഒരു നോട്ട് ടു അറസ്റ്റ്, കുറച്ച് നാളത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ കൊടുക്കുന്നത്. വളരെ ഗൗരവമുള്ള ഒരു കുറ്റാരോപണമാണ്. എന്നിരുന്നാലും സാധാരണ കോടതി, പ്രത്യേകിച്ച് ഹൈക്കോടതി ജാമ്യം തള്ളിയതാണ്. അതിനുശേഷം ചെല്ലുമ്പോൾ കോടതിക്ക് അതിനകത്ത് കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു ഇടക്കാല ആശ്വാസം ആ കുറ്റാരോപിതന് നൽകാനായിട്ടുള്ളത്. അത് കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന പല കാരണങ്ങളുണ്ട്. ഇതിനകത്തുണ്ടായ കാലതാമസം, പിന്നെ ഈ പരാതി വന്നതിന് ശേഷവും ക്രൈം എടുക്കുന്നതിനുള്ള കാലതാമസം, പിന്നെ കേസ് ഡയറിയിൽ നിന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നതായ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പ്രോസിക്യൂഷൻ കൂടുതൽ ശക്തിയായിട്ടും കോടതിയെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലും വിശദീകരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു ആനുകൂല്യം, ഒരു സംശയത്തിന്റെ അല്ലെങ്കിൽ കാലതാമസത്തിന്റെ ഒക്കെ ആനുകൂല്യം ഈ കുറ്റാരോപിതന് കിട്ടാനാകും കൂടുതൽ സാധ്യത. അത് മനസ്സിലാക്കി പ്രോസിക്യൂഷൻ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന ജാമ്യം കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനിടയുള്ളൂ. ഇക്കാര്യത്തിൽ ഇത്തരം കേസുകളിൽ നേരത്തെയും കാണാറുള്ളതാണ്. ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം കിട്ടുകയോ, ഇവിടെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല, പക്ഷേ അറസ്റ്റ് തടയുകയാണ് ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് ഈ കേസുമായി മുന്നോട്ട് പോകുവാനായിട്ട് പ്രോസിക്യൂഷന് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുള്ളതാണല്ലോ. പ്രതി ഒളിവിൽ നിന്ന് പുറത്തു വരും, ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകും, ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ പറഞ്ഞു വിടേണ്ടി വരും. അപ്പോൾ ഈ കസ്റ്റഡിയിലെടുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ഉള്ള അധികാരം ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനെ ദുർബലമാക്കുകയല്ലേ ചെയ്യുക പോലീസിനെയും? അതൊരു ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് ചെയ്യുന്നതിനുള്ള പോലീസിന്റെ അധികാരത്തെ അത് തീർച്ചയായും, അല്ലെങ്കിൽ അവകാശത്തെ തീർച്ചയായിട്ടും അത് ബാധിക്കും. അത് ഈ ഒരു സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതികൾക്ക് നമ്മുടെ ഒരു ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ചുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് കാലതാമസം ഒരു വലിയ ഒരു കാരണമാണ്. അത് കൺവിൻസിംഗ് ആയിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് ഇത്രയും ഒരു ദീർഘമായ ഒരു കാലതാമസമുണ്ട്, അത് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ കോടതിക്ക് ആ രീതിയിൽ ഒരു, കാരണം ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്നുള്ളതാണ്. അപ്പൊ ആ ജൂറിസ്പ്രുഡൻസിന് വിരുദ്ധമായിട്ട് ഉള്ള ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൺവിൻസിംഗ് ആയിട്ടുള്ളത് കൊടുക്കണം. അത് ഒരു പക്ഷേ കോടതി ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഇതിനൊക്കെ ഒരു പക്ഷേ ഒരു പരിധിവരെ ബാധിക്കാം. എന്നിരുന്നാലും ഈ പറയുന്ന പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഈ പറയുന്ന സാഹചര്യങ്ങള്, ഇപ്പം ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഈ സംഭവം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഡയറക്റ്റായിട്ട് വിറ്റ്നസ് ചെയ്ത് വിറ്റ്നസ് എന്നുള്ളതായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ പല സർക്കംസ്റ്റാൻസ് ആണ് അതിനകത്തുള്ളത്. അതിനെ ലിങ്ക് ചെയ്യുന്ന വിറ്റ്നസ്സുകളെ കണ്ടെത്തുന്നതിനോ പ്രസൻസ് ഇത് തമ്മിലുള്ള പ്രസൻസിനെ സ്ഥാപിക്കുന്നതിനോ മേ ബി കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ഒന്നും ആവശ്യമുണ്ടായിരിക്കില്ല. ശരിയാണ്. ഇപ്പോൾ സുപ്രീം കോടതി, നന്ദി റബി ജോർജ് മാത്യു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതാണ്: ഇപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത്. പിന്നെ ഇനിയുള്ള വ്യവസ്ഥകൾ വിചാരണ കോടതിയുടെ വ്യവസ്ഥകളായിരിക്കും. അത് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ അന്വേഷണവുമായി സഹകരിക്കണം. ഇതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. അതായത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് ഇപ്പോൾ സാധിക്കുകയില്ല. അന്വേഷണത്തോട് സിദ്ദിഖ് സഹകരിക്കണം. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവർ സുപ്രീം കോടതിക്ക് മറുപടി നൽകണം. ഈ അന്വേഷണത്തിന്റെ പുരോഗതി എന്താണെന്നുള്ള കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നത്, പരാതി ഉന്നയിക്കുവാൻ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു ഒരു വേള സുപ്രീം കോടതി. ഇത് അന്നത്തെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് നടിയുടെ അഭിഭാഷക കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഇക്കാര്യവും കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. ഈ കാലതാമസം വന്നതും കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായ ഒരുപാട് കേസുകൾ, 29 പരാതികൾ ഉണ്ടായിട്ടുണ്ട്. There are 29 cases in the industry and only one against me എന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകനായ മുകുൾ റോഹ്തഗി സുപ്രീം കോടതിയിൽ വാദിച്ചത്. അതുകൂടി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഇത്. കഴിഞ്ഞ 8 വർഷമായി എന്തെടുക്കുകയായിരുന്നു സർക്കാർ എന്ന് ചോദിച്ചെങ്കിലും അതിനുള്ള മറുപടിയിൽ സുപ്രീം കോടതി ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വീണ്ടും വരും ദിവസങ്ങളിൽ വാദം കേൾക്കുവാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്.